തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. കണ്ടെയ്നറും ഇതിൽ നിന്ന് പുറത്തുവരുന്ന വസ്തുക്കളുമാണ് മത്സ്യബന്ധനത്തിന് തടസ്സമാകുന്നത്. ഇതാണ് ഇന്നത്തെ ടോപ്പ് 10 സ്പെഷ്യൽ. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതു മുതൽ കൊല്ലം തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഇടിച്ച് ചെറുവള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കേടുപാടുകൾ സംഭവിക്കും എന്ന സാധ്യത കണക്കിലെടുത്തായിരുന്നു ഇത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായത് മറ്റൊന്നായിരുന്നു. കടലിൽ പോയവർ വല വീശിയപ്പോൾ കിട്ടിയത് നല്ല ഒന്നാന്തരം തടികൾ. തകർന്ന കണ്ടെയ്നറിൽ നിന്നാണ് തടികൾ കടലിൽ ഒഴുകി നടന്നത്. കരയിൽ ചാകരക്കോള് കാത്തുനിന്നവരുടെ മുന്നിലേക്ക് തടികൾ ചുമന്ന് മത്സ്യത്തൊഴിലാളികൾ തിരികെ എത്തി. വലയിൽ കുടുങ്ങിയ തടികൾ മൂലം മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തടികൾ ഇടിച്ചതുമൂലം ചില ബോട്ടുകൾക്കും ബോട്ടുകളുടെ യന്ത്രഭാഗങ്ങൾക്കും കേടുപാടുകളുണ്ടായി. അതുകൊണ്ടും തീർന്നില്ല. കരയിലെത്തിയപ്പോൾ പോലീസിന്റെ വക ശകാരവും ഭീഷണിയും വേറെ. കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള വസ്തുക്കൾ എന്തിനെടുത്തു എന്ന ചോദ്യത്തിനു മുന്നിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉത്തരം മുട്ടി. കണ്ടെയ്നറിൽ നിന്നും കടലിൽ ഒഴുകി നടക്കുന്ന വസ്തുക്കൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാണ്. ഇവ എത്രയും പെട്ടെന്ന് കടലിൽ നിന്നും നീക്കം ചെയ്യണമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. സൂചിപ്പിച്ച പോലെ കണ്ടെയ്നറുകൾ മൂലം ദുരിതത്തിലായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. കടൽക്ഷോഭം രൂക്ഷമായ ഈ സമയത്ത് ഒഴുകിയെത്തുന്ന തടികൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ കണ്ടെയ്നർ ഇവിടെ വന്ന് ഈ തടിയൊക്കെ പൊളിഞ്ഞിവിടെ വീണ് ഇതിപ്പോൾ നമ്മൾ കരയ്ക്ക് ഇടിച്ചിട്ട് ഇത് കടലിൽ കിടക്കുകയാണെങ്കിൽ ഓടുന്ന ഇഞ്ചൻ രണ്ടായിട്ട് ഓടിക്കും. തട്ടിയാൽ വള്ളത്തിന് കേടുപാടുണ്ടാകും. നീട്ടുന്ന വലയ്ക്ക് മൊത്തവും കിട്ടത്തില്ല. അതിന് ഇത് ഏറ്റവും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടും നാശനഷ്ടവും വരുമെന്നുള്ള ഇതിലാണ് ഈ കടലിൽ കിടന്ന സാധനങ്ങൾ കരയ്ക്ക് ഞങ്ങൾ എടുത്തിട്ട് അതിപ്പോൾ പോലീസുകാർ കൊണ്ടുവന്ന് കയറ്റുന്നു. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പുറകെ ഇട്ടത് അവർ കൊണ്ടുവന്ന് കയറ്റിയിടുന്നത്, അല്ലാതെ ആരും കൊണ്ടുപോയതുമില്ല. ആർക്കും ഇത് വേണ്ടായും തന്നെ. ഇതൊന്നും കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലൊന്നും വെച്ചിട്ട് കഞ്ഞിയൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം കടൽ കൊണ്ട് കിട്ടുന്നത് മതി. പിന്നെ നമുക്കിത് കടലിൽ കിടന്നാൽ ഞങ്ങൾക്ക് നഷ്ടം വരും. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഇഞ്ചൻ ലോട്ടിച്ചിട്ട് ചെല്ലും. ഇഞ്ചൻ രണ്ടായിട്ട് ഒടിഞ്ഞു പോകും. വള്ളങ്ങൾ നഷ്ടം വരും. വല നീട്ടി കഴിഞ്ഞാൽ വല ചിലപ്പോൾ ഈ ഇഞ്ചൻ ഇടിക്കുന്നതിൽ തന്നെ തെറിച്ച് വെള്ളത്തിൽ പോകും. അങ്ങനെ ആ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ സാധനങ്ങൾ പിടിച്ച് മേളിൽ പുറകിയിട്ട് പോലീസുകാർ വന്നിട്ട് നിങ്ങൾ എന്തിനെടുത്തിട്ട് ഞങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ മേളി എടുത്തിട്ട് ഞങ്ങൾ സ്വയരക്ഷയ്ക്ക് എടുത്തിട്ട് ഇതുകൊണ്ട് അതാ കൂട്ടിയിട്ടിരിക്കുന്നു. അവർ വന്നിപ്പോൾ വണ്ടി എടുത്തിട്ട് പോട്ടെ. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീട്ടുന്ന വലയ്ക്കൊക്കെ ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകത്തതുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പറയും ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വലയ്ക്കകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് വല വലിക്കാൻ പറ്റത്തില്ല. വല കീറി പോകത്തതുള്ളൂ. അങ്ങനെയുള്ള നഷ്ടം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ വള്ളം ഓടി വരുന്നത് ഈ രാത്രി സമയത്തൊക്കെ വള്ളം ഓടി വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ ആ 4 ഒരു 5 ഞങ്ങൾ പണിക്ക് പോകുന്നത്. ഈ പണിക്ക് പോകുന്ന സമയത്ത് ഈ വള്ളം ഓടി വരുന്ന സമയത്ത് നമുക്ക് രാത്രി കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ അണിയത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ തടി കിടക്കുന്നത് കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ഓടി വന്ന കൂട്ടത്തിൽ തന്നെ ഇടിച്ച് ആൾ തെറിച്ച് പോകും. ആൾ വെള്ളത്തിൽ പോകും. ചിലപ്പോൾ ഇഞ്ചിൽ പോയി തട്ടുമ്പോൾ തന്നെ ഇഞ്ചിൻ്റെ കാലം ഒടിഞ്ഞു പോകും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരുപാടായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടാക്കുന്നത്. ഒത്തിരി അടിഞ്ഞു കയറിയിട്ടുണ്ട്. അത് എവിടെയാണെന്നൊന്നും ഞങ്ങൾക്കൊരു പിടുത്തവുമില്ല. ഇത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് എന്തായാലും എടുത്ത് മാറ്റിയേ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിക്കാൻ പറ്റത്തില്ല. വേഗം കൊണ്ടുവന്ന് ആ കാറ്റും മഴ അന്തരീക്ഷമെല്ലാം അറിയാമല്ലോ. അത് ക്ലിയർ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ ഇഞ്ചൻ പോകും, ആൾ പോകും. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ബുദ്ധിമുട്ടല്ലെങ്കിൽ അത് ഈ സർക്കാരായിട്ട് വന്ന് തരത്ത് അവർ വരാൻ ഞങ്ങളും കൂടെ സഹായിച്ച് ഇത് കിടക്കോട്ട് എവിടെ വെച്ചാൽ കൊണ്ട് എത്തിക്കാം. ഈ അപകടങ്ങൾ ഒഴിവാക്കി തരണം. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, കടൽക്ഷോഭം രൂക്ഷമായൊരു സാഹചര്യമാണ്. ഈ സമയത്താണ് കണ്ടെയ്നറുകൾ മൂലം മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുന്നത്. കടലിൽ നിന്നും ലഭിച്ച തടികൾ തീരത്തു നിന്നും കസ്റ്റംസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ തടികൾ മൂലം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കൊല്ലം തീരദേശത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. കാരണം ഇവർ മത്സ്യബന്ധനത്തിനായി വല വീശുമ്പോൾ ആ വലയിൽ കിട്ടുന്നത് കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തുക്കളും മറ്റു കാര്യങ്ങളുമാണ്. അതായത് കണ്ടെയ്നറിൽ നിന്നും ഒഴുകിയെത്തിയ തടികളാണ് ഇപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ തടികൾ ചുമന്നുകൊണ്ട് കൊല്ലം പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോർട്ടുകളിലേക്ക് എത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ കാഴ്ച അത് വളരെ ഒരു കൗതുകം ജനിപ്പിച്ചിരുന്നു. കാര്യം മത്സ്യങ്ങളുമായി കരയ്ക്കുക
കയറേണ്ടവർ തടികൾ ചുമന്ന് കരയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഈ കാഴ്ചയുടെ കൗതുകത്തിനപ്പുറം ഇവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതുമൂലം ഈ വലകൾ നശിച്ചു. ഒപ്പം ഈ തടികൾ വന്ന് ഇടിച്ചത് മൂലം ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബോട്ടുകളുടെ എഞ്ചിൻ തകരാറിലായി. ഇത്തരത്തിലുള്ള ദുരിതങ്ങളാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ടത്. ഒപ്പം തന്നെ ഇവർ കരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ തടികൾ കൊണ്ടുവന്ന് ഇവർ സൂക്ഷിച്ചു സുരക്ഷിതമാക്കി വെച്ചു. തുടർന്ന് ഇവർ ഈ വിവരം പോലീസിനെയും മറ്റ് വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. പക്ഷേ പോലീസ് സ്ഥലത്തെത്തി ഇവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഇവരെ വഴക്കു പറയുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം കസ്റ്റംസിനാണ് കടലിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം കസ്റ്റംസിനാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് വന്നു, നിങ്ങൾക്ക് മേൽ കേസുകൾ ചുമത്തേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ കേസുകൾ ചുമത്തും എന്ന തരത്തിലുള്ള ഒരു ഭീഷണി പോലീസിന്റെ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ടു. ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഇവർക്ക് ധാരാളം നഷ്ടങ്ങളുണ്ടായി, വല നശിച്ചു, ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കേസുകൾ എടുക്കും എന്ന തരത്തിലുള്ള ഒരു ഭീഷണി കൂടി നേരിടുന്നത്. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരിതം.